നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരയാത്ര 2025. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ല മൂവാറ്റുപുഴ താലൂക്ക് ഇലഞ്ഞി പഞ്ചായത്തിൽ 6 ജില്ലകളുടെ ഭാഗങ്ങൾ കാണാൻ കഴിയുന്ന പ്രകൃതി മനോഹരമായ കൂരിമല എന്ന് പറയുന്ന സ്നേഹമലയിലാണ്. മലയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കിഴക്കേ ഭാഗത്തേക്ക് ക്വാറിയുടമ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മലയുടെ കിഴക്ക് ഭാഗമായ ഇവിടെ ചെറിയ വാച്ച് ടവറും മണ്ഡപവും പണിത് വിനോദസഞ്ചാരികൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ഇവിടം. ഇത് കുരിശിന്റെ വഴിയോ ടൂറിസത്തിന്റെ വഴിയോ അതോ പാറമട കാണുന്നതിനായുള്ള വഴിയോ? 2015 ഏപ്രിൽ 4 മുതൽ ഞങ്ങളുടെ ഗ്രാമത്തെ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന സന്ദേശവുമായി നിലകൊള്ളുന്ന ഞങ്ങളിപ്പോൾ സെക്രട്ടേറിയറ്റ് സമരത്തിലാണ്. ഞങ്ങളുടെ ഗ്രാമരക്ഷയ്ക്കായുള്ള പോരാട്ടം തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത ടൂറിസവും അതിഭീകരമായ പാറമടയും ഞങ്ങളുടെ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും ഒരുപോലെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന മലയുടെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളടങ്ങിയ ഞങ്ങളുടെ വീഡിയോ സ്നേഹാലയ സ്വാമിനാഥൻ ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലിലും നിങ്ങൾ കാണുക. ഞങ്ങളുടെ ജീവൻ ഭീഷണിയിലാണെന്നതടക്കമുള്ള വിവിധ വിഷയങ്ങളടങ്ങിയ പരാതികൾ ഹൈക്കോടതിക്ക് ഞാൻ സമർപ്പിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗതികിട്ട പ്രേതത്തെപ്പോലെ നീതിക്ക് വേണ്ടി ഞങ്ങളിപ്പോഴും അലയുകയാണ്. അസ്ഥിയുടെ തേയ്മാനം കാരണം കൂലിപ്പണി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. 10 വർഷം പിന്നിട്ട ഞങ്ങളുടെ സമര പോരാട്ടത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനായി 2025 ഏപ്രിൽ 15 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്നും ആരംഭിച്ച ഞങ്ങളുടെ സമരയാത്രയുടെ വീഡിയോ കണ്ട് ഞങ്ങളുടെ എതിരാളികളിൽ ചിലർ അണിയറയിൽ കരുക്കൾ നീക്കുന്നതിൻ്റെ ഭാഗമായി ഏത് ദേശക്കാരനാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തി രാത്രി 10 മണി കഴിഞ്ഞ് എൻ്റെ മൊബൈലിലേക്ക് വിളിച്ച് സാമ്പത്തിക വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ 1000 കോടി രൂപ തന്നാലും മല പൊട്ടിക്കുന്നതിന് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മൊബൈൽ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. നേരം പുലർന്നപ്പോൾ എനിക്കെതിരായ 3 പോസ്റ്ററുകൾ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ലൈബ്രറി ഗ്രൂപ്പിൽ ഇട്ടിരിക്കുകയാണ് ആ വ്യക്തി. 3 കോടി രൂപ പാറമട മുതലാളിയോട് എൻ്റെ അക്കൗണ്ടിൽ ഇടാൻ ഞാൻ ആവശ്യപ്പെട്ടതായുള്ള പോസ്റ്റർ സഹിതമാണ്. എൻ്റെ ഗ്രാമത്തിലുള്ള ചിലരെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തി എൻ്റെ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നവർ ആരൊക്കെയാണ്? സ്വന്തം ഗ്രാമത്തിൽ പോലും ഒറ്റയ്ക്കിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. ഇങ്ങനെയുള്ള കാരണങ്ങളിൽ ഞങ്ങളുടെ അമ്മ ജീവഭയം കൊണ്ട് ഞങ്ങളിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ പോയി. ആഴ്ചകൾക്ക് ശേഷം അമ്മ മടങ്ങി വന്നെങ്കിലും ഇനി എന്നാ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം നിലനിൽക്കുന്നത് കൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമര പോരാട്ടത്തിൽ എന്നോടൊപ്പം എൻ്റെ കുട്ടികളും ഉണ്ടാവും. നിങ്ങൾ ഭരണഘടന നിയന്ത്രിക്കുന്ന രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ പ്രപഞ്ച നിയമ സത്യങ്ങളെയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. എൻ്റെ ആശയങ്ങളടക്കമുള്ള പ്രവർത്തനങ്ങളെ വ്യക്തമായി പഠിക്കാതെ ഭരണഘടനയിലെ നിയമങ്ങൾ ഉപയോഗിച്ച് എന്നെ ശിക്ഷിക്കുമ്പോൾ ജനാധിപത്യ രാഷ്ട്രത്തിലെ മനുഷ്യത്വമുള്ള ഓരോ പൗരനും പറയുന്നത് ഇപ്രകാരമായിരിക്കും: ക്രിമിനൽ സ്വഭാവമുള്ളവർ രാഷ്ട്രത്തിന്റെ അധികാരങ്ങളിൽ ഇരുന്നാൽ രാഷ്ട്രവും ജനങ്ങളും കഷ്ടത്തിലാകും. പാവം ജനാധിപത്യം ഇങ്ങനെയാണെങ്കിൽ ഈ ഭൂഗോളം പൊട്ടിത്തുറന്നു പോകുന്നത് നല്ലത്. വീണ്ടും നമുക്ക് സ്നേഹമല എന്ന മഹാവിഷയത്തിലേക്ക് തിരിച്ചു വരാം. സ്നേഹമല പാറഖനനമെന്ന മാരകമായ ക്യാൻസർ പിടിപെട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഈ ശരീരം ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. സ്നേഹമലയെ രക്ഷിക്കാൻ ശ്രമിച്ച സ്വാമിനാഥൻ ലോകമരമണ്ടൻ. അയ്യോ കഷ്ടം. സ്നേഹമലയെ കാണാൻ ആഗ്രഹമുള്ള വിനോദസഞ്ചാരികളെ മടിച്ചു നിൽക്കാതെ അറച്ചു നിൽക്കാതെ കടന്നു വരിക, കൺകുളിർക്കെ കാണുക. നിശ്ചിത സമയം കഴിഞ്ഞ് വന്നിട്ട് സ്നേഹമലയെ കണ്ടില്ല എന്ന് പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. മലയെ ഇല്ലാതാക്കുന്ന ആധുനിക ഗൂഢാലോചനകൾ ഒളിഞ്ഞുകിടക്കുന്ന ലോക വിപുലമായ ഒരു തരം വൃത്തികെട്ട കൺകെട്ട് വിദ്യയാണിത്. കടന്നു വരിക, നടന്നു വരിക, കൺകുളിർക്കെ കാണുക. അന്യമഹാജനങ്ങളെ, ഈ ഗ്രാമത്തിൻ്റെ രക്ഷയ്ക്കായി നിങ്ങൾക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? 2025 ഏപ്രിൽ 15 ഞങ്ങളുടെ സമരയാത്രയോടനുബന്ധിച്ച് ബഹുമാന്യരായ കേരള മുഖ്യമന്ത്രി DGPക്ക് ഞാൻ സമർപ്പിച്ച പരാതിയിൽ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്: ഈ സമരയാത്രയിൽ മറ്റുള്ളവരിൽ നിന്നും ഭീഷണികളോ ഉപദ്രവങ്ങളോ ജീവഹാനിയോ ഞങ്ങൾക്കുണ്ടാകാതെ ബഹുമാന്യരായ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളെ സഹായിക്കണമെന്ന്
വളരെ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ചില പ്രധാന പരാതികളുടെ കോപ്പിയും പ്രസ്താവനകളും ഈ പരാതിയോടൊപ്പം ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹാലയ സ്വാമിനാഥൻ യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോകൾ കാണുക. ഫേസ്ബുക്കിൽ മറ്റ് വിഷയങ്ങൾ വായിച്ച് നിയമപരവും മനുഷ്യത്വപരമായി ഞങ്ങളെ സഹായിക്കണമെന്ന് വീണ്ടും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പ്രപഞ്ചം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാമിനാഥൻ വിശ്വനിലയം. മാനവ സമൂഹമേ, ഈ ആധുനിക കാലഘട്ടത്തിന് ഞങ്ങൾ ആവശ്യമാണെന്ന് അംഗീകരിക്കുന്നവർ ഞങ്ങളുടെ സമരയാത്ര അതിവേഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സ്നേഹാലയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുവാൻ സാമ്പത്തികമായി നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ എനിക്കുള്ളതിനാൽ എൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിലാക്കി എൻ്റെ കുട്ടികളെയും സ്നേഹാലയെയും മുന്നോട്ട് നയിക്കുവാൻ സ്വഭാവ ഗുണമുള്ള കഴിവുള്ള ഒരു സ്ത്രീയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് ബന്ധപ്പെടുക. സ്നേഹാലയ സ്വാമിനാഥൻ യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. സ്നേഹാലയ സ്വാമിനാഥൻ ഫേസ്ബുക്കിൽ അച്ഛൻ എഴുതിയ വിവിധ വിഷയങ്ങൾ നിങ്ങൾ വായിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. പ്രപഞ്ചം നിറഞ്ഞ സ്നേഹത്തോടെ സ്നേഹാലയ സ്വാമിനാഥൻ.